വെള്ളമല കരയിലെ പായിപ്പാട്ടാറുമായിട്ട് ബന്ധപ്പെട്ട് വള്ളങ്ങൾ ഇല്ലാത്തതിൻ്റെ ആ അവസ്ഥയിൽ ഒരു വള്ളം വിലയ്ക്ക് വാങ്ങണമെന്നുള്ള നാട്ടുകാരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1975 നെടുമുടി പൂപ്പള്ളി കുട്ടിച്ചായൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള നെപ്പോളിയൻ എന്ന ചുണ്ടൻ വള്ളം വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം നമ്മുടെ കരയിൽ കൊണ്ടുവന്ന് ആ വള്ളം 4 പ്രാവശ്യം പുതുക്കി പണിയുകയും ആ പുതുക്കി പണിത് അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ നമ്മുടെ ഭാരവാഹികൾ അവരെ അതിനെ മുൻകൈയെടുത്ത് 1988 നമ്മുടെ ഈ വള്ളം നെഹ്റു ട്രോഫി നേടുന്നതിന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നെഹ്റു ട്രോഫി നേടുന്നതിന് മുൻകൈയെടുക്കുകയും 1988 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫി കരസ്ഥമാക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും വള്ളത്തിന് അപാകത ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ 2001 വീണ്ടും വള്ളം പുതുക്കി പണിഞ്ഞത് 2002 കുമരകം ബോട്ട് ക്ലബ്ബ് ശ്രീ സണ്ണി ജേക്കബ് ക്യാപ്റ്റനായിട്ടുള്ള കുമരകം ബോട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ വള്ളം നെഹ്റു ട്രോഫി കരസ്ഥമാക്കുകയും ചെയ്തു. നമ്മുടെ സമീപ പ്രദേശ വിവിധ ജലോത്സവങ്ങളിൽ ഈ ചുണ്ടൻ വള്ളം പങ്കെടുത്തുകൊണ്ട് എല്ലാ വള്ളംകളികളിലും ട്രോഫികൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് 2006 വള്ളം പണിഞ്ഞ് നീറ്റിലിറക്കിയെങ്കിലും വള്ളത്തിന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വേഗത കൈവരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2012 ഈ വള്ളം RK കുറുപ്പ് എന്ന് പറയുന്ന ചുണ്ടൻവള്ള അസോസിയേഷൻ പ്രസിഡന്റ് വിൽക്കുകയും പഴയ നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള ചുണ്ടൻ വിൽക്കുകയും അതിനുശേഷം 2013 പുതിയ ഇപ്പോൾ ഞങ്ങളുടെ കൈവശം നിലവിലുള്ള പുതിയ വെള്ളമുള്ള ചുണ്ടൻ പണിത് ഇറക്കുകയും ആ ഇറക്കിയ വള്ളം കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് അത് ഉദ്ദേശിച്ച രീതിയിൽ വേഗത തീർക്കുന്നതിന് സാധിക്കാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വള്ളം പുതുക്കി പണിയുന്നതിന് തീരുമാനിച്ച് ഇന്നതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങായ ഉളുകൂത്ത് കർമ്മം നടത്തിയിരിക്കുകയാണ്. ഉമാമഹേശ്വരൻ ആചാര്യയുടെ മകൻ സുരേഷ് മഹേശ്വരൻ്റെ നേതൃത്വത്തിലാണ് ഈ വള്ളം പണി നടക്കുന്നത്. ഇരുമ്പ് പണി ശ്രീ ശിവൻ ആശാരി എന്ന് പറയുന്ന ഞങ്ങളുടെ കരയിലെ ക്ഷേത്രകുടമ കൂടിയായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ ചടങ്ങ് നടക്കുന്നത്. ഈ വള്ളം പണിയുടെ പൂർണ്ണമായ സഹകരണത്തിന് നാട്ടുകാരുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയും എല്ലാവരുടെയും അനുഗ്രഹ ആശംസകൾ ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെള്ളമുളകര വള്ളം 2024 പായിപ്പാട് ജലമേളയിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ വന്നതിൻ്റെ കാരണം ഈ വള്ളം 2013 പുതുതായി പണിതിറക്കിയതാണ്. ഈ കരയിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളാണ് ബഹുഭൂരിപക്ഷവും. എന്നാൽ ഞങ്ങളുടെ കരയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അമ്പലവും പള്ളിയും ഒക്കെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കടമയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വെള്ളമുള ക്ഷേത്രത്തിലെ നവാഹം കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ പള്ളിയിലെ റാസ ഇവിടെ കടന്നെത്തി. അതിനും വരാനുള്ളത് മറ്റ് ഒരു പള്ളികളിലെ റാസയുടെ വരാനുണ്ട്. എല്ലാം അനുഗ്രഹീതമായി സാഹചര്യത്തിൽ 2024 പായിപ്പാട് ജലമേളയിൽ ഞങ്ങൾക്ക് വള്ളം കളിക്കുവാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അത് ഈ കരയിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായതാണ്. നാളിതുവരെയും പായിപ്പാട് ജലമേളയിൽ പായിപ്പാട് ജലോത്സവ സമിതിക്കും വെള്ളമുളകര ചുണ്ടൻവള്ള സമിതിക്കും കരക്കാർക്കും ഒന്നടങ്കം സന്തോഷിച്ച് പോകുന്ന ഒരു ജലമേളയായിരുന്നു പായിപ്പാട് ജലമേള എന്നത്. ഇക്കുറി അവിടെ പങ്കെടുക്കുവാൻ കഴിയാത്തതിൽ വളരെ ദുഃഖമുണ്ട്. ഞങ്ങളുടെ വള്ളത്തിൻ്റെ അപാകത എന്ന് പറയുന്നത് ഇടതിലേക്ക് പുറവശത്തെ തടിയുടെ അപാകതയിൽ ഞങ്ങൾക്ക് ചെറിയ പാകപ്പെടുകയുണ്ടായി. അത് വീണ്ടും പുതുക്കി പണിത് നീറ്റിലിറക്കുവാൻ വേണ്ടി ഈ കരയിലെ മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ അടയ്ക്കാമരം വെട്ടുന്നത് മുതൽ ഇന്ന് ഈ സമയം വരെയും മുഴുവൻ ജനങ്ങളും ഈ വള്ളത്തിൻ്റെ പുതിയൊരു കുഞ്ഞിനെ ജന്മം നൽകുന്നതിന് കാതുകൊടുത്തിരിക്കുകയാണ്. 88-ലും 2002-ലും മറ്റ് കളിവള്ളങ്ങളെ ഹാട്രിക്ക് തകർത്ത സ്വപ്നമുള്ള ഈ കൊച്ചു കരയിൽ ഇക്കുറിയും ഈ വള്ളം പണിതിറക്കി പള്ളാത്തുരുത്തിയും UBC കൈനകരിയും
പോലീസ് ബോട്ട് ക്ലബ്ബും വില്ലേജ് ബോട്ട് ക്ലബ്ബ് എന്നീ ടീമുകളെ ആകർഷിക്കത്ത രീതിയിൽ ശ്രീ സുരേഷ് ഉമാമഹേശ്വരൻ ആശാരിയുടെ നേതൃത്വത്തിലും ശ്രീ ശിവൻ ആശാരിയുടെ നേതൃത്വത്തിലും ഈ വള്ളത്തിൻ്റെ പണികൾ നടക്കുവാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ ചുണ്ടൻവള്ളത്തിൻ്റെ മുൻ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജോയിൻറ്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഖജാൻജി, ക്യാപ്റ്റൻ, അതിൻ്റെ ഭാരവാഹികൾ മുഴുവൻ, അങ്ങനെ തുടങ്ങി വള്ളം വാങ്ങിച്ച സമയം മുതൽ ഇന്ന് ഈ സമയം വരെയും ഉള്ള ഭാരവാഹികൾ, അവരെല്ലാം ജീവിച്ചിരുന്നവർ മുഴുവൻ പേരും ഈ വള്ളത്തിന് വേണ്ടി ഒരു തടിയുടെ തുമ്പെങ്കിലും പിടിക്കാത്തവരില്ല. അതാണ് ഇന്നിവിടെ കണ്ട ഈ ജനകീയ കാഴ്ച. ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന മഹത് വ്യക്തികളാണ് ഈ കരയിലുള്ളത്. മറ്റൊരു കാര്യങ്ങളുമില്ലാതെ എല്ലാം മറന്നുകൊണ്ട് ക്ഷേത്രവും പള്ളിയും എല്ലാം ഒന്നാണെന്ന വിശ്വാസമാണ് ഈ കരയിൽ. കാരണം അമ്പലത്തിൽ പിരിച്ചാലും സംഭാവനയുണ്ട്, പള്ളിയിൽ പിരിച്ചാലും സംഭാവനയുണ്ട്. അങ്ങനെയുള്ള ഈ കരയിൽ ഒരു കല്യാണം നടന്നാൽ പോലും എല്ലാവരും ഒത്തൊരുമിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് ഈ പടിയുടെ ഓരോ പടിയിലും വന്ന ജനങ്ങൾ. ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. ബഹുമാന്യായ KSBRയുടെ പ്രസിഡന്റ് ശ്രീ RK കുറുപ്പ് സാറാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ നേതൃത്വം നൽകിയത് ചുണ്ടൻവള്ള സമിതിയുടെ ഇപ്പോഴത്തെ KSBRയുടെ വൈസ് പ്രസിഡൻറ്റും ഇവിടുത്തെ ഷെയർ ഉടമയായ ശ്രീ ഓഷൻ ചേട്ടന്, ഇതിൻ്റെ ഭാരവാഹികൾ. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നതെന്ന് വെച്ചാൽ മുൻ ഭാരവാഹികളുടെ നേതൃത്വമാണ്. അല്ല ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതി അംഗങ്ങളല്ല. ഏറ്റവും കൂടുതൽ മുൻ ഭാരവാഹികളുടെ അവർക്കുണ്ടായ വിഷമമാണ് ഈ വള്ളം പണിയുവാൻ കാരണം. നാളെ വരെയും പായിപ്പാട് ആറ്റിൽ ഈ വെള്ളം കളിക്കാൻ പോകാതിരുന്നിട്ടില്ല. അതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ വിഷമം. ഞങ്ങളൊക്കെ പലരും വീട്ടിലിരിക്കുകയും TV-യുടെ മുമ്പിലിരിക്കേണ്ട അവസ്ഥയല്ല ഞങ്ങൾക്ക് നാളെ വരെ ഉണ്ടായിട്ടുള്ളത്. ഈ വെള്ളത്തിൽ ഓരോ പടിക്കും എല്ലാ കുഞ്ഞുങ്ങളും കയറിയിരുന്ന് വെള്ളം തുറ പായിപ്പ് ഇന്ന് വരെ ഒരു കരയിലും ഇവിടെ അന്തസ്സോട് പറയുകയാണ്, നെഹ്റു ട്രോഫി മുതൽ ഇങ്ങോട്ട് വെള്ളംകുളങ്ങര കരയിലെ മുഴുവൻ ജനിക്കാത്ത കുഞ്ഞൊഴിച്ച് ബാക്കി ജനിച്ചവർ മുഴുവൻ ഈ ഇരിക്കുന്ന വള്ളത്തിൽ നെഹ്റു ട്രോഫിയിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നെഹ്റു ട്രോഫിയിൽ 2011-ലും 2012-ലും എൻ്റെ നേതൃത്വത്തിൽ ഞാൻ ക്യാപ്റ്റനായി എൻ്റെ കരയിലെ മുഴുവൻ ഭാരവാഹികളും ഈ വള്ളത്തിന് വേണ്ടി സഹകരിച്ചവരാണ്. അവരന്നുമുണ്ട് ഇന്നുമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നും ഒരു ഭാഗ്യമുണ്ട്. നെഹ്റു ട്രോഫിയിൽ ഫോട്ടോ ഫിനിഷിൽ വെള്ളംകുളങ്ങര കരയിലെ 3 കായിക താരങ്ങളാണ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത വള്ളത്തിൽ തുടങ്ങിയത്. ഒന്ന് അരുൺകുമാർ എന്ന് പറയുന്ന ഈ വള്ളത്തിൻ്റെ നേരെ തെക്കോസിരിക്കുന്ന അച്ചൻകുഞ്ഞിൻ്റെ മകനാണ്. അദ്ദേഹം ഈവരം വള്ളത്തിൻ്റെ 1-ാം തുഴയ്ക്കിരുന്ന് പറഞ്ഞ് ഫോട്ടോ ഫിനിഷിലൂടെ അങ്ങനെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായി. അത് വെള്ളംകുളങ്ങര വള്ളത്തിൻ്റെ തുഴച്ചിക്കാരനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ അഭിലാഷും, അദ്ദേഹവും ഈവരം വള്ളത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പെങ്ങളുടെ മകൻ ധനീഷ് കരിച്ച വള്ളത്തിലുണ്ടായിരുന്നു. അപ്പോൾ വെള്ളംകുളങ്ങരക്കാർ എല്ലാ വള്ളത്തിലും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വള്ളത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടോ മാത്രമേ ഉള്ളൂ. പക്ഷേ അടുത്ത വർഷം ഞങ്ങളുടെ കരയിലെ മുഴുവൻ ജനങ്ങളും നിന്നുകൊണ്ട് തുഴച്ചിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റ് ടീമുകളെ ഞങ്ങൾ വള്ളത്തിനെ സമീപിക്കുമ്പോൾ അവർക്ക് തുഴച്ചിക്കാർ പോലെ ഞങ്ങൾ തന്നെ ടീമിനെ സംഘടിപ്പിച്ച് ഞങ്ങളുടെ കരയിൽ നിന്ന് കൊടുക്കത്തകരിയുള്ള സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനൊക്കെ പിന്നിൽ ഇതിൻ്റെ മുൻ ഭാരവാഹികളുടെ ഉത്തരവാദിത്വം കൊണ്ട് മാത്രമാണ്. അവർ ഞങ്ങൾക്ക് നൽകുന്ന സംഭാവനയാണ് ഞങ്ങളുടെ ഈ കരയിലെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഈ മുൻ ഭാരവാഹികൾക്ക് മുഴുവനും ആദ്യമായി ഞാൻ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. മുൻ ചുണ്ടൻവള്ള സമിതിയുടെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. ഇപ്പോൾ ഈ നിർമ്മാണ കമ്മിറ്റിയുടെ അംഗമാണ്. നമ്മുടെ ഈ വള്ളം ഇവിടെ ഉണ്ടാകാൻ കാരണം നമ്മുടെ ഭാരവാഹികളെല്ലാം മറക്കുന്ന ഒരു കാര്യമാണ്. KG കൃഷ്ണൻ നമ്പൂരി എന്ന് പറയുന്ന കുളങ്ങരമഠ ഇല്ലത്തിലെ തിരുമേനി, പിന്നെ കൃഷ്ണപിള്ള എന്ന് പറയുന്ന പണ്ട് പൂപ്പള്ളിയിൽ പഞ്ചായത്തിൽ ജോലിയുള്ള ആളായിരുന്നു. പുള്ളിയുടെ നേരോഫിലാണ് വള്ളം ഇവിടെ വരുന്നത്. നെപ്പോളിയൻ എന്നത് ചുണ്ടൻവള്ളം. അപ്പോൾ അങ്ങനെ ഇവിടെ വള്ളം വന്ന് നമ്മൾ ഈ വള്ളം പണി നടത്തി 4-5 പ്രാവശ്യം, നമ്മൾ 5-8 പ്രാവശ്യം വള്ളം പണിഞ്ഞു. കുളങ്ങരമഠത്തിൽ തിരുമേനിയുടെ അയ്യത്ത് വെച്ച് നമ്മൾ പണിയുമ്പോൾ അന്ന് തങ്കപ്പൻ ആശാരിയായിരുന്നു അതിൻ്റെ മെയിൻ ആചാരി. അന്ന് കൊടിവെച്ച് ഇറക്കിയ വള്ളം എന്ന് പറഞ്ഞാൽ വെള്ളമര വള്ളമാണ്. ആ കൊല്ലം അതിൻ്റെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ UBCക്കാർ കൊണ്ട് നമ്മുടെ വള്ളം ഓടിച്ചു. ആ കൊല്ലം നമ്മൾ ജയിച്ചെങ്കിലും നമ്മൾ പുറത്തു പോയി. പിന്നെ ട്രാക്ക് തെറ്റി ഫിനിഷ് ചെയ്തുകൊണ്ട് 4-ാം ട്രാക്കിന് വിളി ഫിനിഷ് ചെയ്തുകൊണ്ട് പുറത്തു പോയി. പിന്നീടാണ് TP രാജുവിൻ്റെ നേതൃത്വത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നമ്മുടെ വള്ളം എടുത്തുകൊണ്ട് പോകും. ആ കൊല്ലം ഹാർദിക് സമയത്തിൽ 1988 4 മിനിറ്റ് 48 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത വള്ളമാണ് വളരെ പഴയ നെപ്പോളിയൻ ചുണ്ടൻ. അപ്പോൾ ആ റെക്കോർഡില്ല ഇന്നും.
ഇന്ന് ആ റെക്കോർഡില്ല. എന്താ കാരണം അറിയാം, അന്ന് സമയം മാത്രമേ ഉള്ളൂ, റെക്കോർഡില്ലായിരുന്നു. ആദ്യം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ജയിക്കുന്ന വെള്ളം വെള്ളവര വെള്ളമാണ്. അവർക്ക് ഇപ്പോഴും നമ്മുടെ ആത്മാർത്ഥതയുണ്ട്. ആ വെള്ളവര കരക്കാരോട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇപ്പോഴും ആത്മാർത്ഥതയുണ്ട്. പക്ഷെ നമ്മുടെ സാമ്പത്തികമായിട്ട് അവരെ സഹകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഈ വള്ളം പുതുക്കി പണിയുവാൻ വേണ്ടി ഈ നാട്ടിലെ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കുകയാണ്. ഞങ്ങൾ മുൻ ഭാരവാഹികളെല്ലാവരും ഇതിൻ്റെ നേതൃത്വനിരയിലുണ്ട്. ഈ കരയിലെ അപാലവൃത്തം ജനങ്ങളും ഇതിന് വെളിയിലുള്ളവരും നമ്മളെ സഹായിക്കുവാനായിട്ട് മുന്നിട്ട് വന്നിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ഈ വള്ളം പണി നടക്കും. ഈ വള്ളം 2025 ജൂൺ മാസത്തിൽ നമ്മൾ നീറ്റിറക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. അതിനുവേണ്ടി എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ദീപു കൃഷ്ണനാണ്. വരിക്കോൽ ലക്ഷ്മിപുരത്ത് VN രാമൻപിള്ളയുടെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ വള്ളത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും അച്ഛനെ പോലെ തന്നെ ഒരുപാട് പ്രയത്നിക്കുകയും പിന്നെ നമ്മുടെ വള്ളത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മുൻ കാലഘട്ടത്തിൽ സെക്രട്ടറി ആയിട്ടും ഇപ്പോഴും രണ്ടാം പങ്കായമാണെങ്കിലും ഞാൻ പിടിക്കുന്ന ആളാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളത്തിന് 2013 വള്ളം പണിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി. പക്ഷേ എന്നായിരുന്നാലും നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇപ്പോൾ വള്ളംകളി രംഗത്ത് നല്ല തകർപ്പനായിട്ട് പോകുന്ന ഒരു ടീമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അവരുടെ പേര് പറയുമ്പോഴും കമൻറ്റേറ്റർമാർ അവരുടെ പേര് പറയുമ്പോഴും ആ 1988 ട്രോഫി ആദ്യമായിട്ട് നേടിയത് വെള്ളങ്ങളൊരു ചുണ്ടനിലാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു റെക്കോർഡ് ടൈമാണ് വന്നേക്കുന്നത്. അന്നേരമാണെന്ന് നമുക്കൊരു നല്ലൊരു ആവേശമാണ് വരുന്നത്. അത് 2018 2002 ആണെങ്കിലും ഞാനാണ് സിനിമ കാണുന്ന ആളാണ്. പക്ഷേ അതിലും ആവേശപൂർവ്വമാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് കാണുന്നത് ആ വള്ളംകളി. പിന്നെ ആ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ആവശ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ വള്ളമാണെന്നുണ്ടെങ്കിൽ ഇനിയും അതിലും ശക്തമായി മുന്നേറി വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്നുവെച്ചാണ് പ്രതീക്ഷയല്ല, എല്ലാവരും പ്രാർത്ഥന അതിനുണ്ടാകണം. ഇപ്പം സുരേഷ് മഹേശ്വരൻ ആചാര്യ ഏൽപ്പിച്ചേക്കുകയാണ് വള്ളം. വെച്ചാണ് അത് കറക്റ്റാക്കി നല്ല രീതിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാകണം. 2025 വള്ളം കറക്റ്റായി നീരണിയും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നീരണിയും എന്നുള്ളതാണ് നമ്മുടെ ഇത്.